കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി ഫോണിൽ സ്റ്റോറേജ് ഫ്രീ ആക്കാനും ഫോണിലെ ഫയലുകൾ സൂക്ഷിച്ചു വയ്ക്കാനും വേണ്ട പല ട്രിക്കുകളും ടിപ്പുകളുമായിട്ടാണ് മല്ലു ഗൈഡ് വന്നത്. ഇക്കൂട്ടത്തിലെ ഒരു കിടിലം ഫീച്ചറായ ഗൂഗിൾ ഫോട്ടോസിലെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ദിസ് ഈസ് ഹരികൃഷ്ണൻ ആൻഡ് വെൽക്കം ടു ദ 4th എപ്പിസോഡ് ഓഫ് മല്ലു ഗൈഡ്. എന്താണ് ഗൂഗിൾ ഫോട്ടോസ്? ഗൂഗിൾ എന്ന ഭീമൻ കമ്പനിക്ക് ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ് ഒക്കെ പോലുള്ള ഒരുപാട് ആപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അക്കൂട്ടത്തിലെ ഒരു പരോപകാരിയാണ് ഗൂഗിൾ ഫോട്ടോസ്. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഫ്രീ ആയി ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്റ്റോർ മുറിയാണ് ഈ ഗൂഗിൾ ഫോട്ടോസ്. അൺലിമിറ്റഡായി എത്ര ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് ഈ മുറിയിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഗൂഗിൾ ഫോട്ടോസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഈ ആപ്പിന്റെ ഏറ്റവും പുതിയ വേർഷനാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ജിമെയിലുള്ള ആർക്കും ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഏത് സിസ്റ്റം ഉപയോഗിച്ചും ആക്സസ് ചെയ്യാവുന്ന ഒരു ബാക്കപ്പ് സ്റ്റോറേജ് ആണ് ഗൂഗിൾ ഫോട്ടോസ്. ജിമെയിലിലേക്ക് ലോഗിൻ ചെയ്യുകയേ വേണ്ടുള്ളൂ. ഇതിന് രജിസ്ട്രേഷൻ ഫീയോ സ്റ്റോറേജ് ഫീയോ നിലവിലില്ല, തികച്ചും ഫ്രീ ആണ്. മറ്റുള്ള ആപ്പുകളെ അപേക്ഷിച്ച് ഫോട്ടോകൾക്കും വീഡിയോകൾക്കും അതിൻ്റെ ക്വാളിറ്റിയിലോ ക്ലാരിറ്റിയിലോ വലിയ വ്യത്യാസമൊന്നുമില്ലാണ്ട് ഇവിടെ സൂക്ഷിക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഗൂഗിൾ ഫോട്ടോസിലേക്ക് എത്തുന്ന ഫയലുകളെ എല്ലാം പല ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായി അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. ആളുകളുടെ മുഖവും ഫോട്ടോ എടുത്ത സ്ഥലവും തീയതിയും അതിൻ്റെ ഉള്ളടക്കമൊക്കെ ഇതിനുവേണ്ടി അവർ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരു ഫോട്ടോയോ വീഡിയോയോ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഷെയർ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഗൂഗിൾ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ? ഒരുവിധപ്പെട്ട എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഇത് ഈ ലോഗോ നോക്കിയാൽ മതി. ഒരു പക്ഷേ ഇല്ല എങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുക. കഴിഞ്ഞു. നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഗൂഗിൾ ഫോട്ടോസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ആപ്പ് സജ്ജമായിട്ടുണ്ട്. ഇനി ഈ ആപ്പിലേക്ക് എങ്ങനെ ഫയലുകൾ സേഫായി ബാക്കപ്പ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരു പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് ഈസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ടേൺ ഓൺ ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണോ ബാക്കപ്പ് എടുക്കുന്നത് ആ ഇമെയിൽ ഐ ഡി കാണിച്ചിട്ട് ടേൺ ഓൺ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അടുത്തത് ഏത് ക്വാളിറ്റിയിൽ ഈ ഫയൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ബാക്കപ്പ് റെഡിയായി കിടക്കുന്ന ഇമേജസ് ഒക്കെ ഹൈ ക്വാളിറ്റിയിൽ ബാക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ ഫോൺ ക്യാമറയിൽ എടുത്ത ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി അപ്ലോഡ് ആവുന്നുണ്ടാവും. ഇതുകൂടാതെ ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും അല്ലേ? അവയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടി നമുക്ക് നോക്കാം. താഴെയുള്ള ലൈബ്രറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസ് ഓൺ ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസിനെ തരംതിരിച്ച് ഫോൾഡറായി കാണിക്കും. ഓരോ ഫോൾഡറിൻ്റെയും ചുവട്ടിൽ ഈ ഐക്കൺ കാണുന്നുണ്ടെങ്കിൽ ആ ഫോൾഡറിലെ ഫോട്ടോസുകൾ ഇതിലേക്ക് ബാക്കപ്പ് ആയിട്ടില്ല എന്നാണ് സാരം. അവയെ അപ്ലോഡ് ചെയ്യാൻ ആ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. മുകളിൽ ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, അത് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ ആ ഫോൾഡറിലെ ഐറ്റംസ് എല്ലാം ആപ്പിലേക്ക് ട്രാൻസ്ഫർ ആകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഹോം പേജിൽ മുകളിലെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ നോക്കുമ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ് നടക്കുന്നുവെന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ആവശ്യമുള്ള ഫോൾഡേഴ്സ് എല്ലാം ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ആൻഡ് സിങ്ക് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയലുകളും ഈസിയായി തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൽ ജിമെയിൽ ലോഗിൻ ചെയ്യുക. വലതുവശത്ത് മുകളിൽ ഗൂഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. പേജിൻ്റെ മുകളിൽ വലതുവശത്തായി അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. 3 ഓപ്ഷൻസ് വരും. ആദ്യത്തേത് കമ്പ്യൂട്ടർ. അത് ചൂസ് ചെയ്താൽ ഒരു ഡയലോഗ് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനായ ഡൗൺലോഡ് ബാക്കപ്പ് ആൻഡ് സിങ്ക്. ഇതൊരു ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ആണ്. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ടാൽ ഫോണിലേതുപോലെ ഇടയ്ക്കിടെ ഫയലുകൾ ഓട്ടോമാറ്റിക്കായി സിങ്ക് ചെയ്ത് ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഗൂഗിൾ ഫോട്ടോസിൽ കുറച്ച് ഈസി ടിപ്സ് പറഞ്ഞുതരാം. ഫയലുകൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും. ബാക്കപ്പ് പ്രോസസ് നടക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്.
പ്രൊഫൈൽ ഐക്കൺ പ്രസ് ചെയ്താൽ എത്ര ഫോട്ടോസ് ബാക്കപ്പ് എന്നും ഇനി എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ പ്രോസസ്സ് പൂർണ്ണമായി കഴിഞ്ഞാൽ താഴെയായി ഇപ്പോൾ എത്ര സ്പേസ് ഫോണിൽ ഫ്രീ ആക്കാൻ പറ്റും എന്ന് കാണിക്കുന്നു. ഈ ഫയലുകളൊക്കെ ബാക്കപ്പ് ആയി കഴിഞ്ഞു. ഈ ഫ്രീ അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ധൈര്യമായി ഫോണിൽ നിന്നും ഫോട്ടോസും വീഡിയോസും റിമൂവ് ചെയ്തോളൂ. ഇനി ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം എപ്പോൾ വേണമെങ്കിലും ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും കാണാവുന്നതും ഷെയർ ചെയ്യാവുന്നതുമാണ്. ഇന്റർനെറ്റ് കണക്ഷൻ വേണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ഫോട്ടോസിൽ താഴെ 3 ഓപ്ഷൻ കാണുന്നില്ലേ? ഇതിൽ ആദ്യത്തെ ഓപ്ഷനായ ഫോട്ടോസിൽ എല്ലാ ഫയലുകളും ഡേറ്റ് വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള തീയതിയിൽ നിന്നും ആവശ്യാനുസരണം ഫയലുകൾ എടുക്കാൻ പറ്റും. ഇനി ഒരു പക്ഷേ ഒരുപാട് നാളുകൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനൊരു എളുപ്പവഴിയുണ്ട്. സ്ക്രീൻ പതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ. ഇപ്പോൾ സൈഡിൽ കാണുന്ന ആ ആരോ താഴേക്ക് നീക്കിയാൽ വളരെ എളുപ്പത്തിൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന ഫോട്ടോസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. കുറച്ച് ഓപ്ഷൻസ് വരും. ഷെയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഈ ഓപ്ഷൻ എളുപ്പത്തിൽ സഹായിക്കും. ആദ്യത്തെ ബട്ടൺ ഷെയർ ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ ഈ ഫോട്ടോ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ഫോട്ടോസിൽ അക്കൗണ്ട് ഉള്ളവരുടെ ലിസ്റ്റ് അവിടെ കാണിക്കും. അതുകൂടാതെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള മറ്റ് ആപ്പുകൾ അതിന് താഴെ ലഭിക്കുന്നതാണ്. മോർ ഓപ്ഷൻസിൽ എല്ലാ ആപ്പുകളും കാണാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനായ എഡിറ്റ് ബട്ടണിൽ ഫോട്ടോ മോഡിഫൈ ചെയ്യുന്നതിനുള്ള ധാരാളം ഫീച്ചറുകൾ ലഭ്യമാണ്. ക്രോപ്പിംഗ്, റൊട്ടേഷൻ, കളർ ചേഞ്ച്, ഫിൽട്ടർ തുടങ്ങി ഏത് എഡിറ്റിങ്ങും ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മറ്റൊരു എഡിറ്റിംഗ് ആപ്പുകൾ മോർ ഓപ്ഷൻസിലും ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഗൂഗിൾ ലെൻസ് ആണ്. അതിനെപ്പറ്റി വിശദമായി മറ്റൊരു എപ്പിസോഡിൽ പറയാം. നാലാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ആണ്. ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും ഡിലീറ്റ് ആവുന്ന ഐറ്റംസ് ലൈബ്രറിയിലെ ട്രാഷ് എന്ന ഓപ്ഷനിൽ താൽക്കാലികമായി കിടക്കും. 30 ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവുകയും ചെയ്യും. ഫോട്ടോയ്ക്ക് മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ഓപ്ഷൻസ് ലഭിക്കുന്നു. ഈ ഓപ്ഷൻസ് എടുക്കാനായി താഴെ നിന്നും ഫോട്ടോ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താലും മതിയാകും. ഇനി ഇതിലുള്ള ചില പ്രധാനപ്പെട്ട ഓപ്ഷൻസ് പരിചയപ്പെടാം. ആഡ് ടു ആൽബംസ്. ഈ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള ആൽബംസ് കാണിക്കും. അതല്ല, പുതിയൊരു ആൽബം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. മൂവ് ടു ആർക്കൈവ്. മെയിൻ ഗാലറിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ ഈ ഓപ്ഷൻ വഴി ആർക്കൈവിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ഫ്രം ഡിവൈസ് എന്നായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആവുന്നു. ഒരു പക്ഷേ നേരത്തെ തന്നെ ബാക്കപ്പ് എടുത്ത സമയത്ത് ഫോട്ടോ ഫോണിൽ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ആയിരിക്കും മൂന്നാമതായി കാണിക്കുക. ഇത് ഫോണിലേക്ക് ഈ ഫോട്ടോ തിരികെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷനാണ് യൂസ് ആസ്. ഈ ഫോട്ടോയെ നമുക്ക് വാൾപേപ്പറായോ നമ്മുടെ പ്രൊഫൈൽ പിക്ചറായോ ഒക്കെ സെറ്റ് ചെയ്യാൻ ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാം. സ്ലൈഡ് ഷോ യൂസ് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഒരു സിനിമ പോലെ ഒന്നിനു പുറകെ ഒന്നായി ഓട്ടോമാറ്റിക്കായി മാറിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പ്രിന്ററുമായി ഫോൺ കണക്ട് ചെയ്താൽ പ്രിന്റ് ഓപ്ഷൻ വെച്ച് ഫോട്ടോ നേരെ പ്രിന്റ് എടുക്കാവുന്നതുമാണ്. അതിന് താഴെ ഫോട്ടോയുടെ മറ്റുള്ള ഡീറ്റെയിൽസ്, ഫോട്ടോയുടെ പേര്, തീയതി, സമയം, എടുത്ത സ്ഥലം, സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലം മുതലായവ കാണാം. എങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കാം? ഗൂഗിൾ ഫോട്ടോസിന്റെ ഏറ്റവും നല്ലൊരു സവിശേഷതയാണ് ആൽബംസ്. പൊതുവെ നമ്മളൊക്കെ ഒരു വിവാഹമോ യാത്രയൊക്കെ കഴിയുമ്പോൾ ആ ഫോട്ടോസൊക്കെ പ്രിന്റ് എടുത്ത് ഒരു ആൽബമായിട്ട് സൂക്ഷിക്കാറുണ്ടല്ലോ. ഇതുതന്നെയാണ് ഗൂഗിൾ ഫോട്ടോസിൽ ആൽബം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു മൂന്നാർ യാത്രയുടെ ഫോട്ടോസാണ് നമുക്ക് കയ്യിലുള്ളതെങ്കിൽ ന്യൂ ആൽബം ക്ലിക്ക് ചെയ്ത് മൂന്നാർ ട്രിപ്പ് എന്നോ മറ്റോ നമുക്കിഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുത്ത് ഒരു പുതിയ ആൽബം ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ സെലക്ട് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ മേളത്തെ മെനുവിൽ നിന്ന് എഡിറ്റ് ആൽബം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ലൊക്കേഷനും കൂടി ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ആൽബംസ് എത്ര പേർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. കൂടാതെ നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഫോണിൽ നിന്നും ഈ ആൽബത്തിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി കൊളാബറേഷൻ എന്ന ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്താൽ മതിയാവും. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ആൽബം പിക്ക് ചെയ്ത് അതിന് മുകളിൽ 3 ഡോട്ട് എടുക്കുക. അതിലെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ഷെയറിംഗ് ഓൺ ആക്കണം. അപ്പോൾ അതിന് താഴെ കാണിക്കുന്ന കൊളാബറേറ്റ് ഓൺ ചെയ്താൽ മതിയാവും. താഴെ ഒരു സെർച്ച് ബട്ടൺ കണ്ടില്ലേ? അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ലൊക്കേഷൻ, ഫേസസ്, ഫയലിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ പലവിധ ഫീച്ചറുകളെ ബേസ് ചെയ്ത് തരംതിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള കീവേഡ് കൊടുത്ത് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. തീയതിയോ ലൊക്കേഷനോ പടത്തിലുള്ള വസ്തുക്കളെ ഒക്കെ സെർച്ച് ചെയ്യാം.
സ്ഥിരമായി ഫോട്ടോകൾ ബാക്കപ്പ് ചെയ്താൽ ഗൂഗിൾ ഫോട്ടോസ് നമുക്ക് തരുന്ന ചില സർപ്രൈസുകളുണ്ട്. നമ്മുടെ ഫോട്ടോസ് എടുത്ത് ഓട്ടോമാറ്റിക്കായി കൊളാഷ് ക്രിയേറ്റ് ചെയ്തും കുഞ്ഞു കുഞ്ഞു മെമ്മറി വീഡിയോസ് ചെയ്തുമൊക്കെ ഇടയ്ക്ക് നമുക്ക് സമ്മാനിക്കാറുണ്ട്. ഇത് നമുക്കും ചെയ്യാവുന്നതാണ്. ആപ്പിൽ നിന്നും നമുക്കിഷ്ടമുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്ത് മുകളിലെ പ്ലസ് ബട്ടൺ അമർത്തിയാൽ വരുന്ന ഓപ്ഷൻസിൽ നിന്നും കൊളാഷ്, അനിമേഷൻ, മൂവി തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തയ്യാറാക്കാവുന്നതാണ്. ഗൂഗിൾ ഫോട്ടോസ് ഫ്രീ ആണോ? ഗൂഗിൾ ഫോട്ടോസ് ഇപ്പോൾ ഫ്രീ ആണ്, അൺലിമിറ്റഡും ആണ്. എന്നാൽ ഈ ഫീച്ചറുകൾ മെയ് 31, 2021 വരെ ഉണ്ടാവുകയുള്ളൂ. അന്ന് വരെ എത്ര വേണമെങ്കിലും നമുക്ക് ഫോട്ടോകളും വീഡിയോകളും ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ജൂൺ 1 മുതൽ ജിമെയിലിൽ അനുവദനീയമായ 15 GB സ്റ്റോറേജിലേക്ക് ഇതും കൂടി കൂടിച്ചേരും. അതിനുശേഷം ഫോട്ടോകളായും മെയിലുകളായും എല്ലാം കൂടെ ആകെ മൊത്തം 15 GB ഫ്രീ ആയിട്ട് ലഭിക്കുകയുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ മാസം 130 രൂപ മുതൽ കൊടുത്ത് നമുക്ക് അധിക സ്റ്റോറേജ് വാങ്ങാവുന്നതാണ്. മെയ് 31 വരെ അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ എത്രയാണെങ്കിലും അതിന് ഈ നിബന്ധന ബാധകമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീണ്ടും മറ്റൊരു ടെക് വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള വീഡിയോ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ദിസ് ഇസ് ഹരികൃഷ്ണൻ signing off from the 4th episode of Mallu.